സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ സ്ട്രീം. സോ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫൈനൽസിൻ്റെ ഫസ്റ്റ് ഡേയുടെ മാച്ച് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് മാച്ചാണ് ഇന്നത്തെ മാച്ച്. സാനൊക്കെ തന്നെയാണ്. സോ എന്തായാലും ലൈവ് കാണാമെന്ന് വെച്ചാൽ മറക്കണം. വെൽക്കം ടു സ്ട്രീം. സോ ഡെവിൾ ബ്രോ വെൽക്കം ടു സ്ട്രീം. അതുപോലെ തന്നെ സ്റ്റാർക്ക് ബോയ് എന്ന് പറയുന്നുണ്ട് വെൽക്കം ടു സ്ട്രീം ബ്രോ. സോ PNS ഗെയിമിംഗ് റിതു ബ്രോ വെൽക്കം ടു സ്ട്രീം. ആദർശ് നായർ 4C3 എന്ന് പറയുന്നുണ്ട് വെൽക്കം ടു സ്ട്രീം ഗൈസ്. സോ എന്തായാലും നമ്മുടെ ബ്രദേഴ്സ് ഇൻ ചാമ്പ്യൻ ലീഗിൻ്റെ ഫൈനൽസിൻ്റെ ഫസ്റ്റ് ഡേയുടെ മാച്ച് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ മാപ്പ് സാനോക്കേനെയാണ്. സോ എന്തായാലും ഒരു പ്ലെയർ മാറി കയറിയിട്ടുണ്ട്. എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഹോസ്റ്റ് ചെയ്ത ആൾ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഓൾ ദി ബെസ്റ്റ് 4C3 ക്ലാൻ എന്ന് പറയുന്നുണ്ട്. സോ എന്തായാലും 4C3 ക്ലാനിന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. ആദർശ് നായർ ബ്രോ വെൽക്കം ടു സ്ട്രീം. സോ എന്തായാലും നമുക്ക് ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചാനൽ പുതിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ എന്തായാലും നമ്മുടെ എന്തായാലും ലോഡിങ്ങിൻ്റെ ഗ്ലിച്ച് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കുറേ വട്ടം വാട്സപ്പിൽ പോയിട്ടുള്ളതുകൊണ്ടാണ് തോന്നുന്നു. എന്തായാലും ടീം നമ്പർ 1 പ്ലെയർ എക്സിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നൈസ് പ്ലേ ആയിരുന്നു. എന്തായാലും ഗുഡ് വേ. സോ എന്തായാലും നമുക്കുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ടീം നമ്പർ 9 എക്സ് ടീമാണ്. ടീം നമ്പർ 10 ബ്രെയിൻ ആണ്. ടീം നമ്പർ 11 നോട്ടാണ്. ടീം നമ്പർ 13 TFS ആണ്. ടീം നമ്പർ 14 റുക്സ് ടീമാണ്. ടീം നമ്പർ 15 1X ആണ്. ടീം നമ്പർ 16 വാർഗോഡാണ്. ടീം നമ്പർ 17 ഇസഡാർ ടീമാണ്. ടീം നമ്പർ 18 4C3 ടീമാണ്. അതുപോലെ ടീം നമ്പർ 19 ബ്ലൈൻഡ് ടീമാണ്. ടീം നമ്പർ 20 GTR ആണ്. ടീം നമ്പർ 21 DFS ആണ്. ടീം നമ്പർ 22 LOB ആണ്. ടീം നമ്പർ 23 ചേസർ ആണ്. ടീം നമ്പർ 24 ഇന്ത്യൻ ടീമാണ്. അതുപോലെ തന്നെ ടീം നമ്പർ 25 നമ്മുടെ ബ്ലൈൻഡ് ടീമാണ്. സോ എന്തായാലും നമ്മുടെ ടീമുകളൊക്കെ ചാടുന്നുണ്ട്. താറ്റ്മോങ് ഏരിയയിലേക്കാണ് നമ്മുടെ ആക്ച്വലി തമ്പാങ് ഏരിയയിലേക്കാണ് നമ്മുടെ DFSൻ്റെ ഒരു സ്കോഡ് പോകുന്നത്. സോ എന്തായാലും നമുക്ക് 2 സ്കോർ ഉള്ളത്. DFSന് 2 സ്കോർ ഉണ്ട്. അതുപോലെ നമ്മുടെ ബ്ലൈൻഡിന് 2 സ്കോർ ഉണ്ട്. എന്തായാലും ഇന്ത്യൻ അതുപോലെ തന്നെ നമ്മുടെ അരവിന്ദ് ഓസം എന്ന് പറയുന്നുണ്ട് ബ്രോ വെൽക്കം ടു സ്ട്രീം. സോ എന്തായാലും ടീം നമ്പർ 14 അതുപോലെ തന്നെ നമ്മുടെ ടീം നമ്പർ 24 അവിടെ വയ്ക്കുന്നത്. എന്തായാലും ബ്രൂക്സും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ടീമുമാണ്. ഇന്ത്യൻ ആണെങ്കിൽ സാഡി റൈഡർ ടൈറ്റാൻ അടങ്ങുന്ന 4 പ്ലേയേഴ്സ് ഉണ്ട്. സോ ബ്രൂക്സിൻ്റെ പ്ലേയേഴ്സ് എന്തായാലും സാഡിയെ കണ്ടു. സാഡി ഇവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഒരു പ്ലെയർ ഇവിടെ നോക്കാണ്. സോ ഇന്ത്യൻ്റെ ബാക്കി പ്ലേയേഴ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ടൈറ്റാൻ അവിടെ ഇപ്പോൾ അതുപോലെ നമ്മുടെ റൈഡറും കൂടെയുണ്ട്. അതുപോലെ തന്നെ സാലിനും അടികൾ വന്നു. സോ സാൽ ഇവിടെ കവർ എടുത്തിട്ടുണ്ടെങ്കിലും ബൂട്ട് ക്യാമ്പിലാണ് ഫസ്റ്റ് അടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ റുക്സ് ടീം ആക്ച്വലി ടീം നമ്പർ 14 റുക്സ് ടീം അവിടെ അടിക്കാൻ നോക്കുന്നത്. ടൈറ്റാൻ ഇവിടെ കവർ കൊടുക്കുന്നുണ്ട് തോന്നുന്നത്. ടൈറ്റാൻ ഇവിടെ അടിക്കാൻ നോക്കുന്നുണ്ട്. ടൈറ്റാൻ അടുത്തേക്ക് സ്പൈഡി ഒന്ന് കയറി. ടൈറ്റാൻ അടിച്ച് സ്പൈഡി അവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. എന്തായാലും റുക്സിന് ഒരു പ്ലെയർ നോക്കാണ്. റുക്സിന് ഒരു പ്ലെയർ 1 HP. റുക്സിൻ്റെ അടുത്ത പ്ലെയർ നോക്കാനുണ്ട്. റുക്സിന് 2 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഡെഡി ഇവിടെ നോക്കാണ്. സോ എന്തായാലും 3 പ്ലേയേഴ്സ് ഒറ്റ പ്ലെയർ മാത്രം അത് റോഷാണ്. സോ എൻ്റെ കംപ്ലീറ്റ്ലി ഇന്ത്യൻ ടീം അവരെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ സാഡ് ഇവിടെ നോക്കുകയാണ്. അതിൽ ഒട്ടുക്കത്തെ പ്ലേ ആയിരുന്നു ഇവിടെ ഇന്ത്യൻ ടീം കളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നൈസായിട്ട് ഇന്ത്യൻ ടീം അവിടെ നൈസായിട്ട് റുക്ക് ടീമിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 23 അതുപോലെ നമ്മുടെ ജയസാർ അതുപോലെ നമ്മുടെ ടീം നമ്പർ 11 നമ്മുടെ നോട്ട് ടീമും ബ്രെയിൻ ടീമും എല്ലാം പാരഡൈസ് ഏരിയയാണ് നിൽക്കുന്നത്. 3 ടീമുകളാണ് പാരഡൈസിൽ നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ ജയസാർ ആണെങ്കിൽ ഷീവയുണ്ട്, ഹെഡ് ഔട്ട് ഉണ്ട്, സെനോ ഉണ്ട്, അതുപോലെ തന്നെ വെജറ്റ് ഉണ്ട്. എന്തായാലും ടീം നമ്പർ 11 നോട്ടിൻ്റെ ഇവിടെ അടികൾ തുടങ്ങിയിട്ടുണ്ട്. നോട്ട് വേഴ്സസ് ബ്രെയിനാണ്. ബ്രെയിൻ്റെ ഒരു പ്ലെയറിനെ അവിടെ നഷ്ടമായിട്ടുണ്ട്. ബ്രെയിൻ ഇനിയുള്ളത് ഷോണും അതുപോലെ തന്നെ തണ്ടറും അതുപോലെ തന്നെ സെഫയറുമാണുള്ളത്. സോ എന്തായാലും 3 പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും 3 പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. 4C3 കട്ട സപ്പോർട്ടുമായി ആദർശ് നായർ വന്നിട്ടുണ്ട്. സോ എന്തായാലും ബ്രോ വെൽക്കം ടു സ്ട്രീം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. സോ എന്തായാലും നമ്മുടെ നോട്ട് ടീമിലേക്ക് പോകേണ്ടിട്ടുണ്ട്. അതായത് നോട്ടിൻ്റെ പ്ലേസ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നോട്ടിനാണെങ്കിൽ സോളോ നോട്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്പെക്ടർ ഉണ്ട്, ലിൽപ്രോ ഉണ്ട്, അതുപോലെ തന്നെ ഗോഡ് ഓപ്പി ആണ്. സോ എന്തായാലും 4 പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്നു. സോ എന്തായാലും ജയസാറിൻ്റെ അടുത്തേക്ക് പോകണം. ജയസാർ 2 ബിൽഡിങ്ങിൽ കയറിയിട്ടുണ്ട്. 2 ബിൽഡിങ്ങിന് മെയിൻ ബിൽഡിങ്ങിലോട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 10 ആണെങ്കിൽ ഓപ്പോസിറ്റ് ഇപ്പോൾ ഉണ്ട് നമ്മുടെ ബ്രെയിൻ ടീമാണ്. സോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പാരഡൈസിൽ നിൽക്കുന്നത് എന്തായാലും വേറെ അടികൾ വരാൻ നമ്മുടെ ബ്ലൈൻഡ് ടീം വേഴ്സസ് അവിടെ അടികൾ നടക്കാൻ സാധ്യതയുണ്ട്. തന്നെ ടീം നമ്പർ 25 നമ്മുടെ ബ്ലൈൻഡ് മെയിൻ ലൈനപ്പാണ് ഇവിടെ നിൽക്കുന്നത്. സോ അവരുടെ അടുത്തുള്ള ടീം നമ്പർ 18 ആണ്. സോ എന്തായാലും ടീം നമ്പർ 18 അതുപോലെ തന്നെ ടീം നമ്പർ 25 എന്ന ബ്ലൈൻഡും ഒരുമിച്ചാണ് നിൽക്കുന്നത്. സോ എന്തായാലും നമ്മുടെ ക്യാംബ്രാവോ ഏരിയയിലേക്കാണ് അവർ നിൽക്കുന്നത്. എഡി കൊച്ചി ബ്രോ വെൽക്കം ടു സ്ട്രീം. താങ്ക് യു സോ മച്ച് ബ്രോ. സോ എന്തായാലും 4C3 വേഴ്സസ് ബ്ലൈൻഡാണ് നടക്കാൻ സാധ്യത. അതേസമയത്ത് ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ DFS GTR അതുപോലെ തന്നെ ബ്ലൈൻഡിൻ്റെ സെക്കൻഡ് ലൈനപ്പ് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ബ്ലൈൻഡ് എന്ന് പറയുന്നത് അശ്വിൻ സുരേഷ് പിന്നല്ല. സോ എന്തായാലും നമ്മൾ സൈക്കോ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സൈക്കോ അവിടെ ഇപ്പോൾ ഉണ്ട്. സോ എന്തായാലും സോ എന്തായാലും ജയസാറിൻ്റെ ഷിവ് അടിച്ച് നോട്ടിൻ്റെ പ്ലെയറാണ് നോക്കുന്നത്. അതേസമയത്ത് ഇവിടെ ബ്ലൈൻഡ് ഇവിടെ അടികൾ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഈ അടികൾ തന്നെ ഇപ്പോൾ തൽക്കാലം സ്പെക്ക് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും അവിടെ ഒരു അടി നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ സൈക്കോ ലൈനിൽ കയറുന്നുണ്ട്. ടീം നമ്പർ 18 പ്ലേയേഴ്സിനാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 18 നമ്മുടെ 4C3 പ്ലേയേഴ്സാണ്. സോ 4C3 ആണെങ്കിൽ അസാസിനുണ്ട്, സ്പോഡിയോ ഉണ്ട്. സോ എന്തായാലും ഇവിടെ 4C3 പ്ലെയർ അടിച്ചു. എക്സ്പെയിൻ അവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. സോ ബ്ലൈൻഡ് ഒരു പ്ലെയർ നോക്കുകയാണ്. എന്തായാലും ബ്ലൈൻഡ് എവോസ് തിരിച്ചടിച്ചു. 4C3 സ്വാറ്റ് കാറ്റിനെ അവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫയർ സ്ട്രോം ഇവിടെ കവറിലാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മുടെ ഇവിടെ പ്ലെയറിനെ സ്വാറ്റ് കാറ്റ്സിനെ അവിടെ റിവൈവ് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. അതേസമയത്ത് ഇവിടെയും റിവൈവിങ് നടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അസാസിനോട് കവറിലാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് ബ്രോ വെൽക്കം ടു സ്ട്രീം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. VP ഉണ്ടോ നിൽക്കുന്നു ബ്രോ? VP ഉണ്ട്. കിലർ റാറ്റ് ബ്രോ വെൽക്കം ടു സ്ട്രീം. ഈഗിൾ ബ്രോ വെൽക്കം ടു സ്ട്രീം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്.
സോ എന്തായാലും നമ്മുടെ ബ്ലൈൻഡ് പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലൈൻഡ് എക്സ്പെയിൻ ആക്ച്വലി ഇവിടെ റിവൈവിങ് കഴിഞ്ഞിട്ടുണ്ട്. പൊളിക്ക് മുത്ത് എന്ന് പറയുന്നത് ജിറ്റ ഗെയിമിംഗ്, താങ്ക് യു സോ മച്ച് ബ്രോ. എക്സ്ട്രീം ഉയർ എന്ന് പറയുന്നുണ്ട്. സോ എന്തായാലും എവോസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെയിനോടെ ആക്ച്വലി ഹെൽത്ത് ഒക്കെ എടുത്തിട്ട് എന്തായാലും 4C3യുടെ പ്ലേയേഴ്സിനെ ഇവിടെ റിവൈവിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബ്ലൈൻഡ് ടീം അവിടുന്ന് ഗ്രാനേഡുകൾ വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ എന്നാലും നമ്മുടെ ബ്ലൈൻഡ് വേഴ്സസ് 4C3യുടെ ഒരു മാച്ചാണ് നമ്മുടെ ക്യാമ്പ് ബ്രാവോ ഏരിയയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 4 വേഴ്സസ് 4. വാർഗോഡ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. വാർഗോഡ് ഞാൻ പറയാം ബ്രോ. സോ വാർഗോഡ് എവിടെ നിന്ന് ചോദിച്ചാൽ വാർഗോഡ് ഹാത്തിൻ ഏരിയ ഉണ്ട് ബ്രോ, അവിടെ അടുത്തായില്ല. സോ എന്തായാലും ഇപ്പോൾ അടികൾ നടക്കുന്നത് എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കും. എന്തായാലും സമയത്ത് നമ്മുടെ പാരഡൈസ് ഏരിയയിൽ ജയസാർ വേഴ്സസ് ബ്രെയിൻ വേഴ്സസ് അടികൾ നടക്കാൻ സാധ്യതയുണ്ട്. ബ്രെയിൻ വേഴ്സസ് അതുപോലെ നമ്മുടെ നോട്ട് ടീമാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ പ്ലേയേഴ്സ് കയറി ചേരുന്നുണ്ട്. എന്തായാലും അവിടുന്ന് അടിച്ചു, നമ്മുടെ എവോസ് അടിച്ചു, ഇവിടെ സ്പൊഡിഗിനെ നോക്കി ചെയ്തിട്ടുണ്ടല്ലോ, അസാസിനെ അടിച്ച് നോക്കിയല്ലോ, സ്വാഗ് ക്യാറ്റ്സിനെ ഇവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. ഒരു പ്ലെയർ മാത്രം, അത് ഫയർ സ്റ്റോമാണ്. ഫയർ സ്റ്റോം കയറി ചേരുന്നുണ്ട്, ഫയർ സ്റ്റോമിനെ അടിക്കുന്നുണ്ട്. സോ ഫയർ സ്റ്റോമിനെ അടിച്ചു. കംപ്ലീറ്റ്ലി 4C3 കംപ്ലീറ്റ് വൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബ്ലൈൻഡ് ടീം. സോ എന്തായാലും ക്യാമ്പ് ബ്രാവോ ഏരിയയിലായിരുന്നു അടി നടന്നത്. സോ എന്തായാലും നമ്മുടെ അടുത്ത ബ്ലൈൻഡിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും അടുത്ത ബ്ലൈൻഡ് ടീം, സോ എന്തായാലും ബ്ലൈൻഡ് സെക്കൻഡ് ലൈനപ്പാണ്. സോ എന്തായാലും അവർ നമ്മുടെ റൂയിൻസ് ഏരിയയിലാണെന്ന് തോന്നുന്നു. ആക്ച്വലി റൂയിൻസ് ഏരിയ അല്ല, ബാൻ ഏരിയയിലാണ്. സോ എന്തായാലും അവരും സോണിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. അതേസമയത്ത് ഇവിടെ ജയസാർ ടീം, ബ്രെയിൻ ടീം, അതുപോലെ തന്നെ നോട്ട് ടീമും അടികളൊന്നും എടുക്കാതെ അവരും പാരഡൈസ് വിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ജയസാറിൻ്റെ പ്ലേസിനോട് നോക്കുമ്പോൾ അവരോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നോട്ട് ടീമിനെയാണ് തോന്നുന്നു. സോ എന്തായാലും നോട്ട് ടീം അവിടെ ഇല്ല. അതേസമയത്ത് ബ്രെയിൻ ടീം ആണെങ്കിൽ കറങ്ങി പാരഡൈസിൻ്റെ ഏരിയയിൽ കൂടെ നോട്ടിൻ്റെ അടുത്തൂടെ എന്നൊക്കെ പറയാൻ പറ്റും, പക്ഷേ ആക്ച്വലി അടുത്തൂടെ അല്ല. സോ എന്തായാലും സോണിൻ്റെ അറ്റം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. വാർഗോഡ് ഒഫീഷ്യൽ ബ്രോ, വെൽക്കം ടു സ്ട്രീം ജിതിനെ. സോ എന്തായാലും നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് വരാം. ഇന്ത്യൻ്റെ പ്ലേസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്പർ 24 ഇന്ത്യൻ 4 കില്ല് എടുത്തിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ ഒരു ടീമിനെ വൈപ്പ് ചെയ്തിട്ട് ക്ലിയർ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ബ്രോ ഇപ്പം വരും ബ്രോ, അത് ജസ്റ്റ് നെറ്റിൽ ഒരു ചെറിയ സീൻ ഉണ്ടായിട്ടാണ്. സോ എന്നാലും നമ്മുടെ DFS വേഴ്സസ് ബ്ലൈൻഡ് അടക്കാൻ സാധ്യതയുണ്ട്. DFSൻ്റെ പ്ലേസൊക്കെ പോകുമ്പോൾ DFSന് വിക്കുണ്ട്, ഡോക്ടറുണ്ട്, ഹിപ്പിയുണ്ട്, ക്രിസ് അടങ്ങുന്ന DFSൻ്റെ മെയിൻ ലൈനപ്പാണ്. ബോസ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ക്രിസും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടറും ഹിപ്പിയും അതുപോലെ നമ്മുടെ വിക്കും അടങ്ങുന്ന 4 പ്ലേയേഴ്സ് കയറുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത് തന്നെയാണ് നമ്മുടെ ബ്ലൈൻഡ് പ്ലേയേഴ്സ് നിൽക്കുന്നത്. എന്തായാലും ക്യാമ്പ് ബ്രാവോയിൽ നിന്ന് ലൂട്ട് എടുത്തിട്ട് കയറാനുള്ള പ്ലാനാണ്. അതൊന്നും അവർ ക്യാമ്പ് ബ്രാവോയിൽ നിന്ന് ലൂട്ട് എടുത്തിട്ട് ഒരു സോണിലേക്ക് കയറുന്നുണ്ട്. സോ നമ്പർ 11 വേഴ്സസ് നമ്പർ 10 അടക്കാൻ സാധ്യതയുണ്ട്. ട്രൈൻസ് ഗെയിമിംഗ് സിയ എന്ന് പറയുന്നുണ്ട്. വെൽക്കം ടു സ്ട്രീം സിയ, താങ്ക് യു സോ മച്ച് ഫോർ യു സപ്പോർട്ട്. എന്നാൽ നമ്പർ 10 വേഴ്സസ് നമ്പർ 11 നോട്ട് വേഴ്സസ് ബ്രെയിൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ബ്രെയിൻ്റെ പ്ലേയേഴ്സിന് ഇവിടുന്ന് അടിച്ചു. ഒരു പ്ലെയറിനെ തണ്ടറിനെ ഇവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും നോട്ടിൻ്റെ ഒരു പ്ലെയറിന് ഹെൽത്ത് കുറവാണ്. എന്തായാലും 2 പ്ലേയേഴ്സ്, ഒരു പ്ലെയർ മാത്രം ഷോൺ മാത്രമായിട്ട് ബ്രെയിൻ മാറുന്നുണ്ട്. എന്തായാലും ഷോൺ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. എന്തായാലും ഷോണിന് അടിച്ചു തീർത്തിട്ടുണ്ട്. എന്തായാലും സോളോ നോട്ടാണോ, അതെ സോളോ നോട്ടാണ് ഷോണിനെ അടിച്ചു തീർത്തത്. എന്തായാലും ബ്രെയിൻ ടീമിനെ കംപ്ലീറ്റ്ലി നോട്ട് ടീം വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നോട്ട് ടീമാണ് ബ്രെയിൻ ടീമിനെ വൈപ്പ് ചെയ്തത്. അതായത് നമ്മുടെ വാർഗോ ടീം എടുത്ത് കൂട്ടരാം. വാർഗോൻ്റെ പ്ലേസ് ഹാത്തിന് നിൽപ്പുണ്ട്. സോ വാർഗോണ്ടാണെങ്കിൽ ഫ്ലോക്കി വോട്ടെക്സ്, ബിസാരോ, അതുപോലെ എൻവിയോ നടക്കുന്ന 4 പ്ലേയേഴ്സാണ് അവർക്ക് വേണ്ടി നിൽക്കുന്നത്. ബ്ലൈൻഡ് ഉയർന്നു പറയുന്നുണ്ട്. പിന്നല്ല ബ്ലൈൻഡ് കട്ട സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. സോ എന്തായാലും ബ്ലൈൻഡ് പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്ലൈൻഡ് സെക്കൻഡ് ലൈനപ്പിലേക്ക് നമുക്ക് കൂട്ടരാം. ബ്ലൈൻഡ് സെക്കൻഡ് ലൈനപ്പിൽ പോകുമ്പോൾ ബ്ലൈൻഡ് ബാബയുണ്ട്, സീസ് ഉണ്ട്, മെലോണ്ട്, വില്യംസ് അടങ്ങുന്ന 4 പ്ലേയേഴ്സാണ് നിൽക്കുന്നത്. അവരെന്തായാലും ലൂട്ടൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. സോ എന്തായാലും നമ്മുടെ ബാബയൊക്കെ ഇവിടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തായാലും അവർ സോണിൻ്റെ അറ്റം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും അവർക്ക് സോണിക്കാരൻ. അതേസമയത്ത് 1Xും നമ്മുടെ ബ്ലൈൻഡിൻ്റെ 2 പ്ലേയേഴ്സിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും നമ്പർ 15 1Xൻ്റെ പ്ലേസിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളുണ്ട്, ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ടോപ്പി ഉണ്ട്, അതുപോലെ തന്നെ ടോം അടങ്ങുന്ന 4 പ്ലേയേഴ്സാണ്. കേവിൻ്റെ ഏരിയ കൂടെ ഒരു സോണി കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും അവർ സോണി കയറുന്നുണ്ട്. അതേസമയം ഇവിടെ LOB ടീമിലേക്ക് പോകണം. LOB ടീമിന് 4 പ്ലേയേഴ്സ് ഉണ്ട്. അവർ നമ്മുടെ പൈനാൻ ഏരിയയിലാണ് നിൽക്കുന്നത്. സോ എന്തായാലും ഇവിടെ സ്റ്റാക്ക്, FTW, അതുപോലെ തന്നെ തൈബ് 6 ടീം കാണിക്കാം ബ്രോ. മാക്സിമസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലാഷ് ഉണ്ട്, സ്പാർക്ക് തുടങ്ങുന്ന 4 പ്ലേയേഴ്സാണ് നമ്മുടെ LOBക്ക് വേണ്ടി നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ എക്സ്റ്റീമിനെ കാണിക്കാൻ പറഞ്ഞു. എക്സ്റ്റീമിൻ്റെ 4 പ്ലേയേഴ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എക്സ്റ്റീമിൻ്റെ വിസാർഡ് ഉണ്ട്, റിപ്പർ ഉണ്ട്, എക്സൽ ഉണ്ട്, അസീം ഉണ്ട്. സോ 4 പ്ലേയേഴ്സ് വെള്ളത്തിൽ കൂടെ ഒരു ബോട്ടൊക്കെ എടുത്ത് ഒരു കറങ്ങി സോണിക്കാനുള്ള പ്ലാനാണ്. എന്തായാലും ഇസഡാർ ടീം ആയിരുന്നു അവർ അടുത്തുണ്ടായിരുന്നു. എന്തായാലും അവരുടെ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും ഇസഡാർ ടീമിലേക്ക് പോകുമ്പോൾ ഇസഡാറിനാണെങ്കിൽ ബ്രൂട്ടൽ OP ഉണ്ട്, അതുപോലെ തന്നെ അക്യൂറസ് വൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ മാഡ് മാക്സ് ഉണ്ട്, റവേജർ ഉണ്ട്. സോ എന്തായാലും 4 പ്ലേയേഴ്സ് അവർക്കും നിൽപ്പുണ്ട്. എന്തായാലും നമ്മുടെ JSR ടീമും സോണിലേക്ക് കയറുന്നുണ്ട്. സോ ഇനി നമ്മൾ കാണിക്കാത്ത ടീമും നമ്മുടെ DFSൻ്റെ പ്ലേയേഴ്സിനെ കാണിച്ചായിരുന്നു ആക്ച്വലി. സോ എന്തായാലും DFSൻ്റെ സെക്കൻഡ് ലൈനപ്പിൽ കാണിച്ചിട്ടാണ്. സെക്കൻഡ് ലൈനപ്പാണ്. ഡയബ്ലോ ഉണ്ട്, DFSൻ്റെ റോഗ് ഉണ്ട്, സെബൂട്ടി ഉണ്ട്, ക്രിനാക്സ് ഇറങ്ങുന്ന 4 പ്ലേയേഴ്സാണല്ലോ. വാർഗോഡ് വാർഗോഡ് എന്ന് പറയുന്നുണ്ട്, അജിറ്റ ഗെയിമിംഗ് പൊളിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നല്ല സോ എന്തായാലും വാർഗോഡിനെ കാണിച്ചു ബ്രോ. തന്നെ വാർഗോഡ് നമ്മുടെ ഹാത്തിന് ഏരിയ നിൽക്കുകയാണ്. അവർ സോണിൻ്റെ അറ്റത്ത് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും അവർ അടുത്തൊന്നും ആരുമില്ല, കുഴപ്പമില്ലാതാണ് നിൽക്കുന്നത്. സോ എന്തായാലും നമ്മുടെ ടീമുകളൊക്കെ നിൽക്കുന്ന കാണാൻ സാധിക്കുന്നത്. ബ്ലൈൻഡ് വേഴ്സസ് 1X അടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൽ കേവിൻ്റെ ഏരിയയിലാണെന്ന് തോന്നുന്നു. കേവിൻ്റെ ഏരിയയിലാണ് നമ്മുടെ ബ്ലൈൻഡ് ടീം ആക്ച്വലി 1X ടീം നിൽക്കുന്നത്. എന്തായാലും ബ്ലൈൻഡ് പ്ലേയേഴ്സ് അങ്ങോട്ട് കയറി ചെയ്യുന്നുണ്ട്. ബ്ലൈൻഡ് മെലോയും അതുപോലെ തന്നെ വില്യംസ് തുടങ്ങുന്ന പ്ലേയേഴ്സാണ്. കുറച്ച് അടുത്തെന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർ സോണിലേക്ക് കയറിയായിരിക്കും. സോ PPO ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. PPO ആക്ച്വലി അവർ ജോയിൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു.
PPO ഇല്ല ബ്രോ. എക്സ്ട്രീം എന്ന് പറയുന്നുണ്ട്. എക്സ്ട്രീമിനെ കാണിച്ചായിരുന്നു ബ്രോ. എന്തായാലും നമ്മുടെ ഇന്ത്യൻ ടീമാണ് ഇപ്പം നമ്മുടെ കറൻ്റ്ലി ബൂട്ട് ക്യാമ്പ് ഏരിയയിൽ സെൻറ്ററായിട്ട് നിൽപ്പുണ്ട്. സോ എന്തായാലും ഇന്ത്യൻ സാഡിസാൽ റൈഡർ ടൈറ്റാൻ അടങ്ങുന്ന 4 പ്ലേയേഴ്സാണ് നിൽക്കുന്നത്. എന്തായാലും ഇന്ത്യൻ്റെ പ്ലേയേഴ്സ് ബൂട്ട് ക്യാമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ JSR ടീം അവിടെ കയറി വരുന്നുണ്ട്. സോ JSRൻ്റെ പ്ലേയേഴ്സൊക്കെ ആണെങ്കിൽ ആ വീടിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. സോ എന്തായാലും JSRൻ്റെ പ്ലേയേഴ്സൊക്കെ സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ആക്ച്വലി അവർക്ക് കില്ലൊന്നുമില്ല. ഇനി നമുക്കുള്ള 13 ടീമും 52 പ്ലേയേഴ്സുമാണ്. എന്തായാലും നോട്ട് ടീമാണെങ്കിൽ 3 വെയർഹൗസ് കറങ്ങി ബൂട്ട് ക്യാമ്പിൻ്റെ ഏരിയയിലേക്ക് വരാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അല്ല, അവർ ബാക്ക് വലിഞ്ഞ് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ ടീം സ്റ്റിൽ നമ്മുടെ ബൂട്ട് ക്യാമ്പ് ഏരിയ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ JSR ടീമാണെങ്കിൽ ആ വീടിൻ്റെ ഏരിയ നിൽപ്പുണ്ട് ബൂട്ട് ക്യാമ്പിൻ്റെ അടുത്തുള്ളത്. സോ എന്തായാലും ഇവിടെ നിന്നിട്ട് സോ എന്തായാലും ഇന്ത്യൻ ടീമിനെ ആക്ച്വലി JSRൻ്റെ സെനോ കണ്ടിട്ടുണ്ട്. സോ ടൈറ്റാനെ കണ്ടിട്ട് എന്നെ അടിക്കുന്നില്ല. M4 അത് 6x ഒക്കെ ഇട്ടിട്ടാണ് പുള്ളി നോക്കുന്നത്. എന്തായാലും അടിക്കുന്നില്ല. അത് കയറി ചെന്ന് അടിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അതേസമയത്ത് റൈഡർ മേളിൽ എത്തിയിട്ടുണ്ട്. സോ റൈഡർ കണ്ട ഒരു പക്ഷേ അടിക്കാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് റൈഡർ കാണുന്നില്ല. സോ എന്തായാലും നമ്മുടെ ശിവയിലേക്ക് പോകാൻ എന്തായാലും അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ടീമിനെ. ഇന്ത്യൻ്റെ 4 പ്ലേയേഴ്സ് കയറി പോകുന്ന അവർ ആക്ച്വലി കണ്ടിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ JSR ടീം കയറി പുഷ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഹെഡ് ഔട്ടിലേക്ക് പോകുമ്പോൾ ഹെഡ് ഔട്ട് ഒരു കാറിൻ്റെ 4x കയറിയിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അതുപോലെ തന്നെ സെനോ നൈസായിട്ട് മേലോട്ട് കയറാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ JSR ടീം സ്റ്റിൽ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും സെനോ കയറി പുഷ് ചെയ്യാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. സെനോ മേലോട്ട് കയറുന്നുണ്ട്. അതേ സമയത്ത് ഇന്ത്യൻ ടീമാണെങ്കിൽ കറങ്ങി താഴോട്ടിറങ്ങിയാണ്. സോ എന്തായാലും നോട്ട് ടീം സോണിൽ കയറുന്നുണ്ട്, GTR ടീം സോണിൽ കയറുന്നുണ്ട്, ബ്ലൈൻഡ് ടീം സോണിൽ കയറുന്നുണ്ട്, DFS ടീം സോണിൽ കയറുന്നുണ്ട്, ബ്ലൈൻഡിൻ്റെ മറ്റൊരു ലൈനപ്പ് സോണിൽ കയറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 1x ടീം സോണിൽ കയറുന്നുണ്ട്. 1x വേഴ്സസ് ബ്ലൈൻഡ് അടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ JSR എന്തായാലും ഇന്ത്യൻ ടീമിനെ സ്പോട്ട് ചെയ്തിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ അടികൾ അടക്കാൻ സാധ്യത ഇവിടെ തന്നെയാണ്. എന്തായാലും മേളിൽ നിന്ന് അവർ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സാലിലേക്ക് ഒന്ന് പോയിട്ട് വരാം. സാല് റൈഡർ ആക്ച്വലി ടൈറ്റാൻ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. എന്തായാലും സാഡി താഴെ നിൽപ്പുണ്ട്. സോ എന്തായാലും ആക്ച്വലി അവർ സ്പോട്ട് ചെയ്തിട്ടില്ല. എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. സോ എന്തായാലും സാഡി ഇവിടെ ആളെ കണ്ടിട്ടുണ്ട്. സാഡിയുടെ കവർ എടുത്തിട്ടുണ്ട്. സോ എന്തായാലും JSR പ്ലേസ് കയറി വരുന്നുണ്ട്. സോ എന്തായാലും JSR വേഴ്സസ് എന്തായാലും നോട്ട് വേഴ്സസ് വാർഗോഡ് അവിടെ തുടങ്ങിയിട്ട് വാർഗോഡിൻ്റെ എൻവിയോൺ അവിടെ നോക്ക് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നോട്ടിൻ്റെ പ്ലേസിനടുത്തേക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. വാർഗോഡ് വേഴ്സസ് നോട്ടാണ്. സോ എന്തായാലും വാർഗോഡിൻ്റെ എൻവിയോണിൻ്റെ കില്ല് അവിടെ എടുത്തിട്ടുണ്ട്. ഫ്ലോക്കയുടെ വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ചായിരുന്നു. ഫ്ലോക്ക് ഇവിടുന്ന് കവർ എടുത്തിട്ടുണ്ട്. സോ എന്തായാലും നോട്ടിൻ്റെ പ്ലേസ് അവിടെ കിടന്ന് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വോട്ടെക്സിന് ആക്ച്വലി വാർഗോഡിനാണെങ്കിൽ 3 പ്ലേസേ ഉള്ളൂ. വാർഗോഡിന് ഫ്ലോക്കി വോട്ടെക്സ് ബിസാറോടെ കണ്ട 3 പ്ലേസേ ഉള്ളൂ. എന്തായാലും നമ്മുടെ നോട്ട് ടീമാണ് അടിച്ചത്. ഒരു കില്ല് അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. എൻവിയോണാണ് അവർക്ക് വാർഗോഡ് നഷ്ടമായിട്ടുള്ളത്. സോ എന്തായാലും JSR വേഴ്സസ് ഇന്ത്യൻ അവിടെ തുടങ്ങാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് നമ്മുടെ ബ്ലൈൻഡ് വില്യംസിനെ അടിച്ച് 1xൻ്റെ കാലിന് അവിടെ നോക്ക് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ബ്ലൈൻഡ് ടീമിൻ്റെ അടുത്തേക്ക് പോകണം. സോ ബ്ലൈൻഡ് വേഴ്സസ് 1x അവിടെ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും ബ്ലൈൻഡ് 2 പ്ലേയേഴ്സ് ഇവിടെ നോക്കാണ്. സോ എന്തായാലും ബാബ മാത്രമായിട്ട് മാറുന്നത്. ബാബയും മെലോയും മാത്രമാണ്. മെലോ വെള്ളത്തിൽ കിടക്കുകയാണ്. സോ എന്തായാലും ബാബ ഇവിടുന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. 1xൻ്റെ പ്ലേയേഴ്സിനാണ്. അതേസമയത്ത് ഇവർക്ക് പ്ലേയേഴ്സ് നഷ്ടമാകുന്നുണ്ട്. ബാബയുടെ ഹെൽത്ത് കൊടുത്തിട്ടുണ്ട്. ബാബയ്ക്ക് ഇവിടെ സ്യൂസിനെ റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആക്ച്വലി സ്യൂസിനോട് റിവൈവ് ചെയ്യുന്നുണ്ട്. അതിൽ മെലോ ഇവിടുന്ന് കവർ ഫയർ കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും മെലോ ഇവിടെ കവറിലാണ് നിൽക്കുന്നത്. എന്തായാലും 1xനാണെങ്കിൽ ഒരു പ്ലെയർ നഷ്ടമായിട്ടുള്ള 1xനാണെങ്കിൽ ആക്ച്വലി ഒരു കില്ലും കിട്ടിയിട്ടുണ്ട്. ബ്ലൈൻഡ് പ്ലേയേഴ്സിനാണെങ്കിൽ വില്യംസിനെ നഷ്ടമായിട്ടുണ്ട്. എന്തായാലും ബ്ലൈൻഡ് പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്ന സാധിക്കുന്നുണ്ട്. സോ എന്തായാലും നമ്മുടെ വാർഗോഡിൻ്റെ അവിടെ അടികൾ തീരുന്നില്ല. വാർഗോഡ് വേഴ്സസ് നോട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും തിരിച്ച് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയിട്ട് വരാം. വാർഗോഡിന് ഫ്ലോക്കി നഷ്ടമായിട്ടുണ്ട്. ആക്ച്വലി വീണ് കിടക്കുകയാണ്. സോ എന്തായാലും വോട്ടെക്സും ബിസാറും 2 പ്ലേയേഴ്സ് ആണുള്ളത്. എന്തായാലും സോ എന്തായാലും ഫ്ലോക്കിയെ റിവൈവ് ചെയ്യാനായിട്ട് സ്മോക്ക് ഇട്ടിട്ട് ഒരു പക്ഷേ ബിസാറ് കയറി ചെല്ലും. ബിസാറൊക്കെ നോട്ടിൽ വക അടികൾ വരുന്നുണ്ട്. ബിസാറ് ഫ്ലാഗ് ചെയ്തടിക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. സോ എന്തായാലും ഇനി ഒരു പ്ലെയർ വാർഗോഡിന് വോട്ടെക്സ് മാത്രം. വോട്ടെക്സിൻ്റെ അടുത്തേക്ക് ഗോഡോപ്പി കയറി വരുന്നുണ്ട്. ഗോഡോപ്പി AK ഇട്ട് അടിച്ചു നോക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ നോക്ക് ചെയ്തു. 1 HP നോക്കി എടുക്കുന്നത്. എന്തായാലും നോട്ടിന് സോളോ കയറി വന്നിട്ട് വാർഗോഡിൻ്റെ വോട്ടെക്സിനെ അവിടെ തീർക്കുന്നുണ്ട്. തിരിച്ച് നമുക്ക് ബ്ലൈൻഡ് അടുത്തേക്ക് പോയിട്ട് 1x ബ്ലൈൻഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും നമ്മുടെ വാർഗോഡ് ടീം അവിടെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ടീം നമ്പർ 15 നമ്മുടെ ബ്ലൈൻഡ് ടീം വേഴ്സസ് 1xൻ്റെ ടീമാണ്. ബ്ലൈൻഡ് 3 പ്ലേയേഴ്സ് ഉള്ളൂ. ബ്ലൈൻഡ് ബാബ യൂസ് മെലോഡ് അങ്ങനെ 3 പ്ലേയേഴ്സ് ഉള്ളൂ. എന്തായാലും അവർ ഫൈറ്റ് എടുക്കാതെ തന്നെ അവർ അകത്തോട്ട് കയറിയാണ്. കാരണം അവർക്കൊരു പ്ലെയർ നഷ്ടമായിട്ടുണ്ട്. എന്തായാലും ബ്ലൈൻഡ് വേഴ്സസ് ബ്ലൈൻഡ് എടുക്കാൻ സാധ്യതയുണ്ട്. ബ്ലൈൻഡ് ബാക്ക് മറ്റേ ലൈനപ്പ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. സോ എന്തായാലും ആക്ച്വലി ടീം നമ്പർ 25 ഇങ്ങോട്ട് വരുന്നുണ്ട്. JSR വേഴ്സസ് ഇന്ത്യൻ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ സാരി അവിടെ JSRൻ്റെ പ്ലേസ് നോക്കി ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ബ്ലൈൻഡിനോട് അടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ്റെ ഒരു പ്ലെയർ അവിടെ നോക്കായിട്ട് എടുക്കുകയാണ്. സോ എന്തായാലും JSR അവിടെ നിന്ന് പുഷ് ചെയ്യുന്നുണ്ട്. അതേസമയം നമുക്ക് തിരിച്ച് ബ്ലൈൻഡ് അടുത്തേക്ക് തന്നെ പോയിട്ട് ബ്ലൈൻഡ് വേഴ്സസ് ബ്ലൈൻഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 19 വേഴ്സസ് ടീം നമ്പർ 25 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലൈൻഡ് ഒരു പ്ലെയർ അവിടെ നോക്കായിട്ട് എടുക്കുകയാണ്. സോ എന്തായാലും ബ്ലൈൻഡിനെ അടിക്കാൻ സാധ്യതകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്തായാലും രണ്ടും ഒരു സ്കോഡ് തന്നെയാണ്. സോ എന്തായാലും ബ്ലൈൻഡിന് ഇവിടെ മെലോ ഇവിടെ നോക്കണം. മെലോയുടെ കില്ല് ആക്ച്വലി എടുത്തിട്ടുണ്ട്. 1xൻ്റെ കാലിനാണ് മെലോയുടെ കില്ല് എടുത്തിരിക്കുന്നത്. സോ ഇനി ബാബ ആൻഡ് സിയൂസ് ഇറങ്ങുന്ന 2 പ്ലേയേഴ്സ് ബ്ലൈൻഡുള്ളൂ. ബ്ലൈൻഡ് പ്ലേയേഴ്സിനെ വീണ്ടും അടിക്കാൻ നോക്കുന്നുണ്ട്. ബ്ലൈൻഡ് തിരിച്ചും അടിക്കാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് മേളിൽ നിന്ന് DFSും കയറി അടിക്കാൻ നോക്കുന്നുണ്ട്. സോ എന്തായാലും ഇവിടെ നമുക്ക് ബാബ അതുപോലെ 2 പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ബാബയും അതുപോലെ തന്നെ സിയൂസ് ഇറങ്ങുന്ന 2 പ്ലേയേഴ്സാണ് ബ്ലൈൻഡ് സെക്കൻഡ് ലൈനപ്പിലുള്ളത്. സോ ടീം നമ്പർ 21 വേഴ്സസ് ടീം നമ്പർ 25 വേഴ്സസ് ടീം നമ്പർ 19 വേഴ്സസ് ടീം നമ്പർ 15
ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ഇവർക്കെല്ലാം സോണി കയറിയിട്ടുണ്ട്. ടീം നമ്പർ 25 ആണെങ്കിൽ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് സോണി കയറിയാണ്. സോ DFS ടീം ആണെങ്കിൽ കറങ്ങി കയറുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ സിയൂസ് ബാബ 2 പേർക്ക് സോണി കയറിയിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത് വണ്ടികളൊന്നുമില്ല. അതേസമയത്ത് സോ ബാബയൊക്കെ അവിടെ അടിക്കാൻ നോക്കുന്നുണ്ട്. എക്സ്പെയിന് ഒരു വണ്ടിയെ കയറിയാണ്. എക്സ്പെയിൻ എവോസും പോകുന്നത്. അതുപോലെ നമ്മുടെ നിക്കും സൈക്കോയും വേറൊരു വണ്ടിയെ പോകുന്നുണ്ട്. സോ എന്തായാലും അവർ സോണിലേക്ക് കയറുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ നിക്കൊക്കെ കയറിച്ചിരുന്നത് നമ്മുടെ DFSൻ്റെ അടുത്തേക്ക് ആയിരിക്കാം. സോ എന്തായാലും നമുക്ക് നിക്കിനെയും സൈക്കോയും ഒന്ന് സ്പെക്ട് ചെയ്യാം. സോ എന്തായാലും DFSൻ്റെ അടുത്തേക്കാണ് കയറിച്ചത്. സോ എന്തായാലും വണ്ടി വിട്ട് പോകുന്ന DFSനെ അടിക്കാൻ നോക്കുന്നുണ്ട്. നിക്കിനാണെങ്കിൽ നിക്കിനെ അടിച്ചിട്ടുണ്ട്. DFS ഡോക്ടറാണ് അടിച്ചിട്ടുണ്ട്. എന്തായാലും സൈക്കോ വണ്ടി വിട്ട് പോകുന്നുണ്ട്. സോ സൈക്കോ ഇവിടുന്ന് വണ്ടി ഇറക്കിയിട്ടുണ്ട്. സോ എന്തായാലും ഇവിടുന്ന് സ്മോക്ക് ഇട്ട് നിക്കിനെ എടുക്കാനുള്ള സാധ്യത നോക്കുന്നത് അതേസമയത്ത് ക്രിസ് അവിടെ ബാക്കി നിൽപ്പുണ്ട്. ക്രിസിനെ അവിടെ അടിക്കാൻ നോക്കുന്നുണ്ട്. ക്രിസിനെ അവിടെ അടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഇവിടെ ബ്ലൈൻഡ് കിൽ ആക്ച്വലി നമ്മുടെ നിക്കിൻ്റെ കില്ലെടുക്കാൻ നോക്കുന്നുണ്ട്. സോ അവിടെ നിന്ന് അടിക്കുന്ന നമ്മുടെ എക്സ്പെയിൻ എവോസ് അടങ്ങുന്ന ടീം നമ്പർ 25 ആണ് നമ്മുടെ DFSൻ്റെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു പ്ലാനിങ് ആണ്. 2 ടീം സെപ്പറേറ്റ് ആയിട്ട് അവർ ഇവിടെ വന്ന് കവറൊക്കെ കൊടുക്കുന്നുണ്ട്. സിയൂസും അതുപോലെ തന്നെ ബാബയ്ക്കും സോണിക്കാനായിട്ട് എന്നാലും ബാബയെ കാണിക്കുന്നില്ല ആക്ച്വലി. സോ എന്തായാലും മിന്നനെ സാർ അടിച്ചു. ജയസാർ നിഷ്കൊക്കെ കയറി ചെല്ലുന്നുണ്ട്. സോ നിക്ക് ഇവിടുന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. ചിറ്റാൻ ലക്കി ജയസാറിനെ ഹെഡ് ഔട്ടിന് അടിക്കുന്നുണ്ട്. സോ എന്തായാലും നിക്ക് ഇവിടുന്ന് ഗ്രാനൈറ്റ് അടിക്കുന്നുണ്ട്. സോ എന്തായാലും ടീം നമ്പർ നമ്മുടെ DFSൻ്റെ മെയിൻ ലൈനപ്പ് അവിടെ തീർന്നിട്ടുണ്ട്. ആക്ച്വലി എന്തായാലും ബ്ലൈൻഡ് ടീമാണ് അവർ വൈപ്പ് ചെയ്തേക്കുന്നത്. നമുക്ക് നോട്ട് ടീമിൻ്റെ അടുത്തേക്ക് വിട്ടിട്ട് നോട്ട് ടീമിൻ്റെ അടുത്ത് അടികൾ കാണിക്കുന്നുണ്ട്. സോ നോട്ടിന് ഇവിടെ സ്പെക്ടർ നോക്കായിട്ട് എടുക്കണം. സോ സ്പെക്ടർ ഇവിടെ റിവൈവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ എന്തായാലും നോട്ടിന് ഗോഡ് ഓഫ് റിവൈവ് ചെയ്യേണ്ടതായിട്ട് അതേ സമയത്ത് ഓപ്പോസിറ്റ് നമ്മുടെ GTR ടീമാണ്. സോ GTR ആണെങ്കിൽ ഒരു പ്ലെയർ പോലും വീണ്ടില്ല. GTR ആണെങ്കിൽ ലക്കി ഫൈസി ഹാർഡ് അതുപോലെ സ്പിയർ അടങ്ങുന്ന 4 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഇന്നും സാലിനെ കണ്ടു. സാലിനെ അടിക്കാൻ നോക്കുന്നുണ്ട്. ലക്കിയാണ് അടിക്കുന്നത്. സോ M4 ഒരു 6x ഇട്ട് അടിക്കുന്നത്. പക്ഷേ സാലിൻ്റെ ഹെൽത്ത് കുറയ്ക്കാൻ പറ്റിയല്ല വിഷയം ഉണ്ടാകുന്നില്ല. ജയസാറിൻ്റെ വെജിറ്റ് അവർക്ക് നഷ്ടമായിട്ടുണ്ട്. സോ എന്തായാലും ജയസാറിന് 2 പ്ലേയേഴ്സേ ഉള്ളൂ. ഹെഡ് ഔട്ട് അതുപോലെ തന്നെ സെനോ അടങ്ങുന്ന 2 പ്ലേയേഴ്സുകൾ എന്തായാലും അവരുടെ നിൽക്കി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തായാലും നമ്മുടെ ബ്ലൈൻഡ് ടീം സോണിലേക്ക് കയറുന്നുണ്ട്. അതുകൊണ്ട് സൈക്കോ ഒക്കെ അവിടെ റിവൈവ് ആക്ച്വലി ഹെൽത്ത് എടുത്തിട്ട് സോണിലേക്ക് കയറുകയാണ്. എന്തായാലും നമ്മുടെ ബ്ലൈൻഡിന് ടീം നമ്പർ 19 ബ്ലൈൻഡിന് സിയൂസ് അതുപോലെ ബാബ 2 പ്ലേയേഴ്സ് ഉണ്ട്. LOB വേഴ്സസ് എക്സ്ട്രീം അവിടെ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും LOB അടുത്തേക്ക് പോയിട്ട് വരാം. ആക്ച്വലി LOB സോ LOB വേഴ്സസ് എക്സ്ട്രീമാണ്. LOBക്കാണെങ്കിൽ 4 പ്ലേയേഴ്സ് സ്റ്റിൽ സ്റ്റാൻഡിങ് തന്നെ ഇപ്പോൾ ഉണ്ട്. ഓപ്പോസിറ്റിക്ക് നമ്മുടെ എക്സ്ട്രീമാണ്. എക്സ്ട്രീമിൻ്റെ പ്ലേയേഴ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എക്സ്ട്രീമിനാണെങ്കിൽ വിസാർഡ് റിപ്പർ XL അതുപോലെ ഹസീം അടങ്ങുന്ന 4 പ്ലേയേഴ്സാണുള്ളത്. എന്തായാലും കുറേ കമൻറ്റ് മിസ്സായെന്ന് എനിക്കറിയാം. കാരണം ഞാൻ നല്ല അടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ AD കൊച്ചി ഐപോയിൻറ്റ്സ് പറയുന്നുണ്ട്. അതേഴ്സ് പോസിറ്റീവ് തീർന്നു ബ്രോ. അതുപോലെ തന്നെ പ്ലെയർ ഹാസ് കേപ്പബിലിറ്റി ടു എന്തായാലും GTR 5 അടിച്ചു. നോട്ടിന് ലിറ്റിൽ പ്രോ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും GTR അടികൾ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും നോട്ടിന് അവിടെ ലിറ്റിൽ പ്രോ അവിടെ നഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഹസീം ഇവിടെ നോക്കായിട്ട് എടുക്കുകയാണ്. എക്സ്ട്രീം ആണെങ്കിൽ ഹസീം ഇവിടെ നോക്കായിട്ട് എടുക്കുകയാണ്. സോ എന്തായാലും നമുക്ക് തിരിച്ച് നോട്ടിൻ്റെ തന്നെ പോയിട്ട് വരാം. സോ എന്തായാലും ഹസീമിനോട് റിവൈവ് ആയിട്ട് ആൾ പോകുന്നുണ്ട്. എന്തായാലും സോളോ നോട്ടും അതുപോലെ തന്നെ നമ്മുടെ സോഡിയക്ക് ഐപോയിൻറ്റ്സ് പറയുന്നുണ്ട്. സ്പെക്ട്രയും അതുപോലെ നോട്ടുമാണല്ലോ. എന്തായാലും സ്പെക്ട്ര ഇവിടെ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. സ്പെക്ട്രയുടെ ഹെൽത്ത് വളരെ കുറവാണ്. സോ എന്തായാലും സ്പെക്ട്ര ഇവിടെ അടിച്ച് നോക്കിയിട്ട് ഇനി ഒറ്റ പ്ലെയർ നോട്ടിൽ സോളോ നോട്ടാണ്. സോളോ നോട്ട് ഇവിടെ നിന്ന് ഒരു ബഗ്ഗി എടുത്ത് സോണി കയറാനുള്ള പ്ലാനാണ്. സോ എന്തായാലും നമ്മുടെ സോളോ നോട്ട് സോണി കയറുന്നുണ്ട്. സോ എന്തായാലും കയറിച്ചാൽ നമ്മുടെ ടീം നമ്പർ 17 അടുത്തേക്കാണ്. സോ ടീം നമ്പർ 17 എന്തായാലും സോളോ നോട്ടിനോടെ കണ്ടുകൊണ്ട് അടിക്കാനൊക്കെ ടീം നമ്പർ 17 നമ്മുടെ ZR ടീമാണ്. 0 റെസ്പെക്ട് ആണ്. സോ എന്തായാലും അവരടിച്ചു. പക്ഷേ അടികൾ റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. എന്തായാലും നൈസായിട്ട് ഇവിടെ സോളോ നോട്ട് സോണി കയറിയിട്ടുണ്ട്. എന്തായാലും DFS ടീമാണെങ്കിൽ ഇവിടെ അടുത്തേരെ വന്ന് കിടപ്പുണ്ട്. സോ എന്തായാലും DFS വേഴ്സസ് ടീം നമ്പർ 17 ZRൻ്റെ മാഡ്മാക്സിനെ കണ്ടു. മാഡ്മാക്സിനെ അടിച്ചു ഇവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ DFSൻ്റെ റോഗ് സെക്കൻഡ് ലൈനപ്പാണ്. സോ ആക്ച്വലി DFSൻ്റെ സോ എന്തായാലും മാർക്കോട്ട് മാച്ച് ഐപോയിൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. സോ എന്തായാലും മാഡ്മാക്സിൻ്റെ കില്ല് ആക്ച്വലി ഇവിടെ എടുത്തിട്ടുണ്ട്. സോ എന്തായാലും റോങ്ങാണ് മാഡ്മാക്സിൻ്റെ കില്ല് എടുത്തേക്കുന്നത്. ZR ഒരു പ്ലെയർ നഷ്ടമായിട്ടുണ്ട്. ഇനി ബ്രൂട്ടലോപ്പി അതുപോലെ നെക്രൈസ് അതുപോലെ റവേജർ അടങ്ങുന്ന പ്ലേയേഴ്സ് മാത്രമേ അവർക്കുള്ളൂ. 3 പ്ലേയേഴ്സാണ് അവർക്ക് ഉള്ളത്. എന്തായാലും സോൺ എന്തായാലും ചുരുങ്ങി വരുന്നുണ്ട്. എന്തായാലും GTR ടീം സോണിലേക്ക് കയറുന്നുണ്ട്. JSR ടീമിന് സോണി കയറേണ്ടതായിട്ടുണ്ട്. അവർ സോണിലേക്ക് കയറുന്നുണ്ട്. ടീം നമ്പർ 24 ഇന്ത്യൻ ടീമിൻ്റെ അടികൾ ഇന്ത്യൻ്റെ ടൈറ്റാൻ അവിടെ നിന്ന് അടിച്ചു. GTR 5 അവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. എന്തായാലും ടൈറ്റാനെ തിരിച്ചിവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാക്കപ്പ് കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും ഇന്ത്യൻ ടീമിൻ്റെ പ്ലേയേഴ്സ് ഇവിടെ നിന്ന് ബാക്കപ്പ് കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും ടൈറ്റാൻ ഇവിടെ നോക്കായിട്ട് ഇറങ്ങുകയാണ്. സോ എന്തായാലും ടൈറ്റാൻ്റെ കില്ലും ആക്ച്വലി ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഇനി സാലൻ നോക്കണം. ആക്ച്വലി റൈഡർ ഒറ്റ പ്ലെയർ മാത്രമായിട്ട് ഇന്ത്യൻ മാറുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് ഗ്രാനേഡ് എടുത്ത് വാരി എറിയുന്നുണ്ട്. സോ എന്തായാലും DFSൻ്റെ അടുത്തേക്ക് സെബൂട്ട് എടുത്തേക്കാണ് ഗ്രാനേഡ് പോയിട്ടുള്ളത്. സോ K6LC ബ്രോ വെൽക്കം ടു സ്ട്രീം. എന്തായാലും നമ്മുടെ സാലിനെ ഇവിടെ റിവൈവ് ചെയ്യേണ്ടതായിട്ട് എന്തായാലും റൈഡർ കയറി ചെല്ലുന്നുണ്ട്. സാലിനെ റിവൈവ് ചെയ്യാനായിട്ട് അതേ സമയത്ത് നമ്മുടെ GTR ടീം ആക്ച്വലി അവർക്ക് സോ എന്തായാലും GTR ടീം അവിടെ തീർന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടീം നമ്പർ 22 നമ്മുടെ LOB ടീമിൻ്റെ അവിടെ അടികൾ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും 1x വേഴ്സസ് എക്സ്ട്രീം അവിടെ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും എക്സ്ട്രീമിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് 1x വേഴ്സസ് എക്സ്ട്രീമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ഹസീം ഇവിടെ നോക്കുകയാണ്. സോ എന്തായാലും എക്സ്ട്രീമിൻ്റെ നല്ലൊരു പ്ലെയറാണ് ഹസീം. കാരണം ഒരു കളിയിൽ 12 കില്ല് എടുത്തിട്ടാണ് ഹസീമിന്. സോ എന്തായാലും XLനെ ആക്ച്വലി ഇവിടെ റിവൈവിങ് തുടങ്ങിയിട്ടുണ്ട്. റിപ്പർ വന്ന് XLനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഹസീമിനെ റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇവിടെ റിവൈവ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഓപ്പോസിറ്റേക്ക് നമ്മുടെ
1x ടീമാണ്. 1x ഒരു പ്ലെയർ ഇവിടെ നോക്കായിട്ട് എടുക്കുകയാണ്. സ്റ്റാർക്കില്ലേ സ്പെക്റ്റിൽ നിൽക്കുന്നുണ്ട്. ഇല്ല ബ്രോ, രണ്ടുപേരെ സ്പെക്ടേറ്റ് പറ്റത്തുള്ള പുതിയ അപ്ഡേറ്റിന് ശേഷം എല്ലോബിക്ക് ഒരു പ്ലെയർ നോക്കായിട്ട് എടുക്കുകയാണ്. സോ എന്തായാലും എല്ലോബിയുടെ മാക്സിമം അടിച്ച് എക്സിമിലെ എക്സൽ നോക്കിയുന്നുണ്ട്. സോ എന്തായാലും ബ്ലൈൻഡ് കയറി വരുന്നുണ്ട്. ടീം നമ്പർ 25 ബ്ലൈൻഡ് വേഴ്സസ് ഇസഡാർ അടക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡി എഫ് എസിൽ ഒരു പ്ലെയർ അവിടെ നോക്കുകയാണ്. എന്തായാലും ഡി എഫ് എസിനെ എവോസ് ബ്ലൈൻഡ് അടിച്ചു. ബ്ലൈൻഡ് ബാബെ അവിടെ നോക്ക് ചെയ്തു. സോ എന്തായാലും സോണിലേക്ക് എല്ലാ ടീമുകൾക്ക് കയറണം. എന്തായാലും നമുക്ക് തിരിച്ച് നമ്മുടെ ടീം നമ്പർ 25 ബ്ലൈൻഡ് അടുത്തേക്ക് പോയിട്ടാം. ആക്ച്വലി ബ്ലൈൻഡ് അടുത്തേക്ക് പോയിട്ടാം. സോ എന്തായാലും നിക്കിലേക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സോണിൻ്റെ അകത്താണ്. സോണിൻ്റെ അകത്തേക്ക് നമ്മുടെ ബ്ലൈൻഡ് സിയൂസിന് കയറാനായിട്ടുണ്ട്. സിയൂസ് ആണെങ്കിൽ ആക്ച്വലി ഇവിടെ ഹെൽത്ത് എടുത്തിട്ടുണ്ട്. എന്തായാലും എബോസ് ഇവിടെ അടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും സിയൂസിനെ കണ്ടു. ലാസ്റ്റ് പ്ലെയർ ആയിരുന്നു സിയൂസിനെ അവിടെ തീർത്തിട്ടുണ്ട്. സോ ബ്ലൈൻഡ് പ്ലേസ് ആണ് ഇവിടെ തീർക്കുന്നത്. എന്തായാലും എക്സ്പെയിനിലേക്ക് പോകണം. എന്തായാലും എക്സ്പെയിൻ ഡിഫൻസിൻ്റെ റോഗിനെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഡിഫൻസിൻ്റെ ഡയബിളോടെ നോക്കുകയാണ്. എന്തായാലും നമ്മുടെ ബ്ലൈൻഡ് ടീം കയറി ചെല്ലുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ ടീം നമ്പർ 23 അവിടെ അടികൾ പൊട്ടിക്കിടക്കുകയാണ്. ജയസാറിന് അവിടെ. സോ ജയസാറിനെ കംപ്ലീറ്റ്ലി നമ്മുടെ സൈക്കോ ബ്ലൈൻഡ് കയറി കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും സൈക്കോ ആണ് ആ കില്ല് എടുത്തേക്കുന്നത്. സോ എന്തായാലും നമുക്ക് തിരിച്ച് സൈക്കോ എടുത്തേക്കാണ് പോയിട്ട്. സോ എന്തായാലും സൈക്കോ ഇസഡാർ ടീമിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സോ എന്തായാലും ഡി എഫ് എസിൻ്റെ റോഗ് ഒറ്റ പ്ലെയർ ഇവിടെ കിടപ്പുണ്ട്. സോ എന്തായാലും റോഗിൻ്റെ അടുത്തേക്ക് ഒരു ഗ്രാനേഡ് ഇടാൻ നോക്കുന്നുണ്ട്. പക്ഷേ റോഗ് ഒത്തിരി താഴെയാണ്. എന്തായാലും എല്ലോവിടെ സ്റ്റാർക്കിൻ്റെ OP ഷോട്ടിൽ ബ്രൂട്ടൽ OP അവിടെ നോക്കാവുന്നുണ്ട്. പക്ഷേ ബാക്കിൽ നിന്ന് ഡി എഫ് എസിൻ്റെ റോഗിനെ അടിച്ച് തീർത്തിട്ടുണ്ട്. നമ്മുടെ നിക്കാണ് തീർത്തേക്കുന്നത്. സോ എന്തായാലും ഇസഡാറിൻ്റെ ഒരു പ്ലെയർ നമ്മുടെ ഇസഡാറിൻ്റെ റവേജറാണ്. സോ എന്തായാലും റവേജറോടെ ഇപ്പോൾ അതേസമയത്ത് 1x വേഴ്സസ് എല്ലോബി തുടങ്ങിയിട്ടുണ്ട്. എല്ലോബിയുടെ ഒരു പ്ലെയറിനെ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. 1xൻ്റെ പ്ലേസാണ് നോക്കി എടുക്കുന്നത്. സോ എന്തായാലും നമുക്ക് തിരിച്ച് എല്ലോബിയുടെ പ്ലേസിൻ്റെ അടുത്തേക്ക് പോയിട്ട് എല്ലോബിക്ക് മാക്സിമസ് നോക്കാൻ ഇടയ്ക്കാണ്. സോ എന്തായാലും ഫ്ലാഷ് ഉണ്ട് ഇരിക്കുന്നത്. ഫ്ലാഷിനെ അവിടെ നോക്കിയത് സ്പാർക്കർ നോക്കാണ്. സ്റ്റാർക്ക് ഒറ്റ പ്ലെയർ മാത്രം. എല്ലോബിക്ക് 3 പ്ലേയേഴ്സാണ്. എന്തായാലും ഫ്ലാഷിൻ്റെ കില്ല് ആക്ച്വലി എടുത്തിട്ടുണ്ട്. എന്തായാലും സ്റ്റാർക്ക് ഇവിടെ വന്നിട്ട് മാക്സിമസിനെ റിവൈവ് ചെയ്യാൻ പോയിട്ടുണ്ട്. ടീം നമ്പർ 15 കയറി ഒന്ന് പുഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 1x 4 പ്ലേസ് സ്റ്റിൽ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും 1x ടീം ഇവിടുന്ന് ഗ്രാനേഡുകൾ വാരി ഇടുന്നുണ്ട്. അതേസമയത്ത് നമുക്ക് ഇനിയുള്ളത് 5 ടീമുകളാണ്. സോ 5 ടീം 1x ഇസഡാറിൻ്റെ ഒരു പ്ലെയർ. എല്ലോബിക്ക് 3 പ്ലേയേഴ്സ്. സൈക്കോ ബ്ലൈൻഡ് ആണെങ്കിൽ 4 പ്ലേയേഴ്സ് ഇറങ്ങുന്ന പ്ലേയേഴ്സ്. എന്തായാലും 1xൻ്റെ പ്ലേയേഴ്സ് കയറി വരുന്നുണ്ട്. സോ എന്തായാലും 1xന് ഒരു പ്ലെയർ നോക്കിയതു, 2 പ്ലെയറിനെ നോക്കിയതു, 3 പ്ലെയറിനെ നോക്കിയതു. 1xന് ലാസ്റ്റ് ഒറ്റ പ്ലെയർ മാത്രം. എന്തായാലും 1xന് ഒറ്റ പ്ലെയർ മാത്രമേ ഉള്ളൂ. എന്തായാലും റീലോഡിങ് വന്നിട്ടുണ്ട്. എന്തായാലും തിരിച്ചടിച്ചു. എൻ്റെ പൊന്നെ സ്റ്റാർക്ക് ഒരു രക്ഷയില്ല മാൻ. കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 1xൻ്റെ പ്ലേയേഴ്സിനെ 2 പ്ലേയേഴ്സ് എല്ലോബിയുടെ 2 പ്ലേയേഴ്സ് കയറിയിട്ട് 1xൻ്റെ ഫുൾ പ്ലേയേഴ്സിനെ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബ്ലൈൻഡ് കയറി ചെല്ലുന്നുണ്ട്. അതേസമയം നമ്മുടെ എല്ലോബിക്ക് 2 പ്ലേയേഴ്സേ ഉള്ളൂ. അതേസമയത്ത് ഇസഡാറിന് ഒരു ആക്ച്വലി സോളോനോട്ട് ഒറ്റ പ്ലേസ്. ഇസഡാറിൻ്റെ ഒരു പ്ലെയറെ തീർത്തിട്ടുണ്ട്. അതിൽ സോളോയ്ക്ക് നോട്ടിന് ഒറ്റ പ്ലെയറേ ഉള്ളത് നമ്മുടെ സോളോയാണ്. സോളോ ആണെങ്കിൽ 6 കില്ല് എടുത്തിട്ടാണ് നിൽക്കുന്നത്. എല്ലോബിയുടെ സ്റ്റാർക്കാണെങ്കിൽ 5 കില്ലും, നമ്മുടെ മാക്സിമസിന് 2 കില്ലും, സൈക്കോയ്ക്ക് 3 കില്ലും, അതുപോലെ തന്നെ നിക്കിന് 5 കില്ലും, അതുപോലെ എക്സ്പെയിന് 4 കില്ലും, എവോസിന് 6 കില്ലും എടുത്ത് ബ്ലൈൻഡ് ടീമും കട്ട ടീം കിൽസ് കൊണ്ടാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ സോളോനോട്ട് ഒറ്റ പ്ലെയർ നിൽക്കുന്നതാണ് സാധിക്കുന്നുണ്ട്. സോ എല്ലോബിയുടെ പ്ലേസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വീടിൻ്റെ അകത്താണെങ്കിലും അവിടെ നിന്ന് സ്മോക്ക് ഒക്കെ ഒരു സോണി കയറാൻ സാധ്യതയുണ്ട്. ബ്ലൈൻഡ് വേഴ്സസ് ബ്ലൈൻഡ് എന്ന് പറയുന്നത് ബ്രോ ബ്ലൈൻഡ് സെക്കൻഡ് ലൈനപ്പ് തീർന്നിട്ടുണ്ട്. എന്തായാലും ബ്ലൈൻഡ് ഫസ്റ്റ് ലൈനപ്പ് ഇവിടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എല്ലോബി വേഴ്സസ് നോട്ട് വേഴ്സസ് ബ്ലൈൻഡാണ് നടക്കുന്നത്. 4-3 ഉയർന്നു പറയുന്നുണ്ട്. എന്തായാലും നിക്ക് ഇവിടെ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. അതേസമയത്ത് എല്ലോബിയുടെ 2 പ്ലേസ് ഇപ്പോൾ എക്സ്പെയിൻ കറങ്ങി കയറി ചെല്ലുന്നുണ്ട്. സോ എന്തായാലും എക്സ്പെയിൻ കയറി പുഷ് ചെയ്യാൻ സാധിക്കുന്നത് വളരെ കൂടുതലാണ്. എന്തായാലും എക്സ്പെയിനോടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബിലീവ് ഇൻ ബ്ലൈൻഡ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ എല്ലോബിയുടെ പ്ലേസിലേക്ക് പുഷ് പോകുന്നുണ്ട്. സോ എന്തായാലും എല്ലോബിയുടെ സ്റ്റാർക്കിലേക്ക് പോയിട്ട് സ്റ്റാർക്കിനടുത്ത് മോൾട്ടോ വന്നുകൊണ്ട് മോൾട്ടോ റിസൾട്ട് ഉണ്ടാകുന്നത്. മാക്സിമസ് ഇവിടുന്ന് ഗ്രാനേഡുകൾ വാരി എറിയുന്നുണ്ട്. സോ നിക്കോപ്പി എന്ന് പറയുന്നത് സിയൂസോപ്പി. ഓക്കെ ബ്രോ. സോ എന്തായാലും എല്ലോബിയുടെ പ്ലെയർ കയറിച്ചത് എല്ലോബിയുടെ ഒരു പ്ലെയർ ഇവിടെ തീർത്തിട്ടുണ്ട്. ഇനി ഒറ്റ പ്ലെയർ മാത്രം. സ്റ്റാർക്കാണെങ്കിൽ അകത്തേക്കാണ്. സോ എന്തായാലും സ്റ്റാർക്കിൻ്റെ അടുത്തേക്ക് കയറി വരുന്നവരെ അടിക്കാനുള്ള പാകത്തിലാണെന്ന് തോന്നുന്നു സ്റ്റാർക്ക് നിൽക്കുന്നത്. എന്തായാലും എക്സ്പെയിൻ മാക്സിമസിൻ്റെ കില്ല് കൊണ്ട് എടുത്തിട്ടുണ്ട്. എല്ലോബിക്ക് ഇനി ഒരു പ്ലെയർ, നോട്ടിന് ഒരു പ്ലെയർ, അതുപോലെ നമ്മുടെ ബ്ലൈൻഡ് 4 വയസ്സ് എന്തായാലും കയറി വന്നു. എൻ്റെ പൊന്നെ നിക്കൊരു രക്ഷയില്ലാതെ അടിച്ചു തീർത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എവോസിന് ഒരു പ്ലെയറിനെ തീർത്തു. എൻ്റെ പൊന്നെ റിസൾട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല.